ഇന്ന് നമ്മൾ പാൽക്കുളമേടിലേക്കുള്ള യാത്രയിലാണ്. ഇത് വണ്ണപ്പുറം തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ നിന്നും അകത്തേക്ക് മാറിയുള്ള ഒരു സ്ഥലമാണ്. ഇതൊരു ഓഫ് റോഡിന് പറ്റിയ റൂട്ടാണ്. ഏകദേശം ഈ ഒരു ഹൈറ്റിലേക്ക് എത്താൻ ഏകദേശം ഒരു 6-7 കിലോമീറ്റർ നമ്മൾ നടക്കണം. അധികവും ഓഫ് റോഡിങ് ആണ്, അതായത് ബൈക്കിലും ജീപ്പിലും ഒക്കെയാണ് ആൾക്കാർ കടന്നു പോകുന്നത്. നടന്നു പോകുന്നതൊരു വളരെ കുറവാണ്. നടന്നു പോകുന്നത് ഒരു നല്ല അനുഭവമാണ്. ഈ സ്ഥലം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്നത് കൊണ്ട് ഇതിൻ്റെ ഒരു വിസിബിലിറ്റി ഭയങ്കരമാണ്. നമുക്ക് നല്ലൊരു വ്യൂ ആണിത്. നല്ലൊരു ഏരിയ നമുക്ക് കവർ ചെയ്ത് കാണാൻ പറ്റും. കണ്ടോ, അതിൻ്റെ ടോപ്പിലേക്ക് നടന്നു പോകുന്ന സമയത്ത് ഇങ്ങനെ നമ്മൾ കുറച്ച് ചുള്ളന്മാർ വണ്ടിയിൽ വന്നിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ. അപ്പം ഞങ്ങൾ അവരോട് കുറച്ച് വർത്തമാനമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ കൂടെ മുകളിലേക്ക് നടന്ന് കയറാമെന്ന് ഇതിനുള്ള ഈ ജീപ്പൊക്കെ അങ്ങനെ വന്ന് ഓഫ് റോഡിങ് വഴി മുകളിൽ വന്ന് ഈ മുകളിലത്തെ മലനിരകളിലൂടെ എല്ലാം ജീപ്പ് ഓടി പോകുന്ന ഒരു ടോപ്പിലേക്കാണ് നമുക്ക് കയറേണ്ടത്. ഈ മലനിരകളെല്ലാം ഒന്നിനൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഓഫ് റോഡിങ് വരുന്നവർക്ക് ഈ എല്ലാ മലകളിൽ കൂടെയും കയറി ഇറങ്ങി പോകാനുള്ള റൂട്ട് ഇതിലുണ്ട്. ഇതിൻ്റെ ടോപ്പിലേക്ക് മാത്രം വണ്ടി കയറില്ല, ഇത് നമ്മൾ നടന്നു തന്നെ കയറണം. ഇനി അങ്ങോട്ട് നല്ലൊരു സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. ഇതിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിയാൽ നല്ലൊരു വ്യൂ പോയിന്റും അതുപോലെ തന്നെ ഇടുക്കി ഡാമും ഒക്കെ കാണാമെന്ന്. നമ്മൾ കയറി വരുന്ന പിള്ളേരാണ്. ഞാൻ ഏകദേശം ഒരു നടുഭാഗമായിട്ടേ ഉള്ളൂ. ഞാൻ അവിടെ നിന്ന് വിശ്രമിക്കാൻ വേണ്ടി നിന്ന് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതാണ്. ഇനിയും ഏകദേശം ഇത്രയും തന്നെ മുകളിലേക്ക് കയറാനുണ്ട്. അത് കുറച്ചുകൂടി കഠിനമായ കയറ്റമാണ്. മധ്യഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ചുറ്റിലും നല്ലൊരു ഭംഗിയുള്ള പ്രദേശങ്ങളായതുകൊണ്ട് തന്നെ നമ്മുടെ മുകളിലേക്കുള്ള നമ്മൾ ഏകദേശം ഒരു മധ്യഭാഗത്ത് നിന്ന് തൊട്ട് മുകളിലേക്ക് എത്തിയപ്പോൾ ഒരു ഫാമിലി വന്നിട്ടുണ്ട്. അവിടെ അവർക്ക് മുകളിലേക്ക് കയറാൻ പാടായതുകൊണ്ട് അവർ തിരിഞ്ഞു പോകും.